ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ കുക്കിങ്ങും അതുപോലെ തന്നെ വലിയ വലിയ കിച്ചൺ വിശേഷങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കുന്നത് എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചായ, അതുപോലെ തന്നെ നല്ല ചൂട് പുട്ട്, അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഇന്ന് കറിയായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് മട്ടൻ കറിയാണ്. അപ്പം പുട്ടും മട്ടൻ കറിയും നല്ല സൂപ്പർ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സെമി ഗ്രേവിയിൽ റെഡിയാക്കിയെടുത്ത മട്ടൻ കറിയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കഴിക്കാനുള്ള ഫുഡെന്ന് പറയുന്നത് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ബോണോട് കൂടിയിട്ടുള്ള കുറച്ച് മട്ടൻ പീസസും അതുപോലെ തന്നെ മട്ടൻ്റെ കുറച്ച് ഗ്രേവിയും എല്ലാം കൂടെ ചേർത്തിട്ട് പുട്ടിൽ കുറച്ച് തേങ്ങയും കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മട്ടൻ കറിയിൽ കുറച്ച് പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള മട്ടൻ കറിയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല എല്ലാം നല്ല ചൂടോട് കൂടിയിട്ട് ടേബിളിലേക്ക് വിളമ്പി. അപ്പോൾ ചൂടോടുകൂടി ചൂട് പുട്ടും ചൂട് മട്ടൻ കറിയും ചൂട് ചായയും എല്ലാം കൂടെ ചേർത്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ കഴിക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ കുക്കിംഗ് കിച്ചൺ വിശേഷങ്ങൾ അധികം ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്കത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈവനിങ് ടീ ആൻഡ് സ്നാക്കും അതുപോലെ തന്നെ രാത്രിയത്തെ ഡിന്നർ വിശേഷങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് മീൽസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. ഒരു വീക്ക് ഡേ, നോർമലി ഒരു വീക്ക് ഡേയിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേനും ഒരു മാംഗോ കട്ട് ചെയ്തു. വളരെ വളരെ മധുരമുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ. അപ്പോൾ ഫ്രൂട്ടായിട്ട് അതും 3-4 പീസ് കഴിച്ചു. അപ്പോൾ അതിന് ശേഷം കിച്ചണിൽ കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിച്ചണിലെ കുക്കിംഗ് വിശേഷങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ടേബിളിലേക്ക് കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം എടുത്ത് ടേബിളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തക്കാളി സ്റ്റൂവും അതുപോലെ തന്നെ കുറച്ച് സവോളയൊക്കെ കൂടുതൽ എക്സ്ട്രാ ഫ്രൈ ചെയ്തിട്ടുള്ള ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ, പിന്നെ വൻപയർ വറ്റൽമുളകും കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ താളിച്ച് കറിവേപ്പിലയൊക്കെ താളിച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ മെഴുക്ക് പുരട്ടിയും പിന്നെ വളരെ അടിപൊളിയായിട്ടുള്ള നല്ല ചക്കക്കുരു, പിന്നെ പപ്പടം. അപ്പം ഇതുപോലെയുള്ള കറികളൊക്കെ ഉള്ളപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് നല്ല ചക്കക്കുരുവും ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ വൻപയർ മെഴുക്ക് പുരട്ടിയും ഈ വക ഐറ്റംസൊക്കെ ഉള്ളപ്പോഴത്തേനും ഒഴിച്ചുകറി വലിയ നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഒഴിച്ചുകറിയായിട്ട് പ്രത്യേകിച്ചൊന്നും ചോറിന് എടുക്കുന്നില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള കേരള സ്റ്റൈൽ നാടൻ ഉച്ചയൂണ്. അപ്പോൾ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കറികളാണ് എല്ലാം. ഈ ചെറുപയർ, വൻപയർ, ഉലർത്തുമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി, അതുപോലെ തന്നെ ചക്കക്കുരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വറ്റിച്ചൊക്കെ കൊണ്ടുവന്നതാണ്. അത് നമ്മളിപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണ് തക്കാളി സ്റ്റൂവും, അതും പപ്പടം പൊരിച്ചതും എല്ലാം കൂടെ ചേർന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചു. അതിനുശേഷം ഈവനിങ് ആയപ്പോഴത്തേനും മക്കൾക്ക് നഗ്ഗറ്റ്സ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നഗ്ഗറ്റ്സ് പൊരിച്ചെടുത്തതാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മൾ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5:30-6 അടുപ്പിച്ച് ചായ ഒരു ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് ചായയും അതുപോലെ തന്നെ അമ്മച്ചി നാട്ടിൽ നിന്ന് റെഡിയാക്കി തന്ന അമ്മച്ചിയുടെ സ്പെഷ്യൽ നെയ്യപ്പവും അതുപോലെ തന്നെ ബർഗറും പിന്നെ സമൂലിൽ ഒരു ബ്രെഡിൽ വെച്ചിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റഫൊക്കെ വരുന്ന ഒരു സാൻഡ്വിച്ച് മോഡൽ ഐറ്റം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈവനിങ്ങിനുള്ള ടീ ആൻഡ് സ്നാക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരുന്ന ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ചേർന്നിട്ട് വൈകുന്നേരത്തെ ചായ കുടിക്കുകയാണ്. അപ്പോൾ നെയ്യപ്പമൊക്കെ വളരെ ക്രിസ്പി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ട് ഓവർ മധുരമൊന്നും അല്ലാതെ ഒരു സാധാ ശർക്കരയിൽ റെഡിയാക്കിയെടുത്ത നെയ്യപ്പം. അതിനുശേഷം പിന്നീട് വൈകുന്നേരം ആയപ്പോഴത്തേനും കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു. കൊക്കനട്ട് ഓയിലിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും അതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ആ ഒരു കൊച്ചുള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അതിനുശേഷം 2
മുട്ട ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇത് ഞാനും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് കഴിക്കുകയാണ്. അപ്പം വെറുതെ കുറച്ച് മുട്ട റോസ്റ്റ് ചെയ്തിട്ട് ചായയുടെ കൂടെ തന്നെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും നമ്മൾ വൈകുന്നേരം ഒരു ചായയുടെ ടൈമിൽ നമ്മൾ റെഡിയാക്കി കഴിച്ചതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം മുട്ട പുഴുങ്ങിയതും കഴിക്കുമ്പോഴത്തേനും ഈ ഒരു ഉള്ളിയുണ്ടല്ലോ, ഒരു ഫ്രൈഡ് ഉള്ളിയും ഈ ഒരു ഐറ്റമൊക്കെ ചേർത്തിട്ട് ഒരുമിച്ച് സ്പൂണിൽ കോരി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ റെഡിയാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ അതാണ് നല്ല അടിപൊളിയായിട്ട് ഞാൻ മക്കൾക്കും കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അത് കഴിച്ചു. അതിനുശേഷം രാത്രി ആയപ്പോഴത്തേനും നമ്മൾ മട്ടൻ സെമി ഗ്രേവിയിൽ കുറച്ച് മട്ടൻ കൂടി റെഡിയാക്കി. അപ്പോൾ മട്ടൻ കറിയാണ്, രാത്രി മട്ടൻ കറിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ മട്ടൻ കറിയും അതുപോലെ തന്നെ പുട്ടുമാണ് കഴിച്ചത്. ഇപ്പോൾ രാത്രി നമ്മൾ മട്ടൻ കറിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എടുക്കുന്നത് അപ്പമാണ്, വെള്ളയപ്പം. അപ്പോൾ അപ്പവും മട്ടൻ കറിയുമാണ് നമ്മൾ രാത്രി ഡിന്നറിനായിട്ട് എടുക്കുന്നത്. അപ്പം അതും നമുക്ക് കഴിക്കാനായിട്ട് കാസ്ട്രോളിലേക്ക് ചുട്ട് വെച്ചതാണ്. അപ്പോൾ ചൂടുണ്ട്, അത്യാവശ്യം ചൂടുണ്ട്. എന്നാൽ നമ്മൾ വലിയ ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് അല്ല, വളരെ സിമ്പിളായിട്ട് അപ്പം റെഡിയാക്കി എടുത്തതാണ്. അങ്ങനെ വളരെ ചെറിയ രീതിയിലാണ് കുഞ്ഞ് 2 അപ്പം ചുട്ടെടുത്തു. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ കഴിക്കുന്നത് 2 അപ്പവും അതുപോലെ തന്നെ കുറച്ച് ബോണോട് കൂടിയിട്ടുള്ള പീസസ് ആകുമ്പോൾ എക്സ്ട്രാ ടേസ്റ്റ് ആണല്ലോ. പിന്നെ കറി എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടാണ് വെച്ചത്, ഒരുപാട് ഗ്രേവി നീട്ടിയില്ല. അപ്പോൾ തിക്കായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലത്തെ തക്കാളിയും സവോളയും ഉള്ളിയും ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ഒക്കെ നല്ല വെന്ത് അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മട്ടൻ കറിയും അപ്പവുമായിരുന്നു രാത്രിത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോംലി മീൽസ്, ഡിലീഷ്യസ് ആയിട്ടുള്ള എൻ്റെ ടേസ്റ്റി മീൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.